നമ്മൾ ഓരോ ചരിത്രങ്ങൾ കേൾക്കുമ്പോഴേ ഓരോ ചരിത്രങ്ങൾ കേട്ട് ഒരു ചെവിയിലൂടെ കേട്ട് മറ്റൊരു ചെവിയിലൂടെ വിട്ടുപോകുന്ന അവസ്ഥ ഉണ്ടാവരുത് നമ്മുടെ ജീവിതത്തിൽ. കാരണം ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലത്തെ അമൂല്യമായ ഒരു അവസരം ഇനി ഉണ്ടാവില്ല എന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ ചരിത്രങ്ങൾ ഇനി നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ചരിത്രങ്ങൾ കേൾക്കാനുള്ള അവസരങ്ങളൊക്കെ വളരെ കുറവായിരിക്കും. അത് നമ്മൾ സ്വന്തം തന്നെ ചിന്തിച്ചാൽ മതി. കാരണം ഈ കഴിഞ്ഞ കാലങ്ങൾ നമുക്ക് എത്താൻ കഴിഞ്ഞില്ല. അപ്പം ഇനിയായിട്ട് ഞാൻ എത്താൻ എപ്പോഴാണ് കഴിയുക? അള്ളാഹു തോഫീകൾ കേട്ടെ. നമ്മളെ ഈ ഉമ്മ നമ്മളെ കഴിഞ്ഞ റജബിലെല്ലാം കണ്ടതിന് അല്ലേ, റജബിൽ നമ്മളെ ഹസനന്റെ കൂടെ ഉംറക്ക് വന്ന ആളാണ്. അള്ളാഹു തോഫീക്ക് കൂടെ വീണ്ടും തോഫീക്ക് ഉണ്ടായി അല്ലേ. ഇതുപോലെ പലരും അങ്ങനെ പിന്നെയും വരാറുണ്ട്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും പിന്നെയും വരാനുള്ള തോഫീക്ക് നൽകുമാറാവട്ടെ. ഏതായാലും നമ്മളുള്ളത് അറഫയിലാണ്. ഇങ്ങോട്ട് ഈ സ്ഥലത്തിന് അറഫ എന്ന പേരിൽ അറിയപ്പെടും. അതുപോലെ തന്നെ ജബലുർ റഹ്മ എന്ന് പറയപ്പെടും. ആ ഒരു മലമൊക്കെ എല്ലാവരും കണ്ടിട്ടൊരു മല, ആ മലയെ പറയുന്ന പേരാണ് ജബലുർ റഹ്മ. ഈ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിന് പറയുന്ന പേരാണ് അറഫ എന്നുള്ള സ്ഥലം. അപ്പൊ ഹജ്ജിന് വരുന്ന എല്ലാവരും ഇവിടെ അറഫയിൽ അല്പനേരമെങ്കിലും ചെലവഴിക്കൽ നിർബന്ധ. ഹജ്ജില്ല, അതായത് അൽ ഹജ്ജു അറഫ എന്നാണ്. ഹജ്ജിന് അറഫയിൽ പങ്കെടുക്കാത്ത ഒരാൾക്ക് ഹജ്ജേ ഇല്ല. അതുകൊണ്ട് ആ ഹജ്ജ് നഷ്ടപ്പെട്ടു പോകും. പറഞ്ഞു കൊണ്ടുവന്നത് അറഫ അത്രയധികം ഇമ്പോർട്ടൻ്റ് ആയ ഒരു സ്ഥലമാണ്. മാത്രമല്ല, നമ്മൾ ചിന്തിക്കുക, കോടാനുകോടി അല്ലെങ്കിൽ ലക്ഷോപലക്ഷം ജനങ്ങൾ ഹജ്ജിന് ഇങ്ങനെ വരുമ്പോൾ എല്ലാവരും തൂവള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് എല്ലാവരും ഒരേ നാമത്തിൽ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇങ്ങനെ ഓരോരുത്തർ ചൊല്ലിക്കൊണ്ട് വരുന്നത് കാണുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫഖർ പറയും അത്രേ മലായിക്കത്തിനോട്, നോക്കൂ മലായിക്ക, എൻ്റെ അടിമകളാണ് അവർ പല രാജ്യക്കാരാണ്, പല സ്വഭാവക്കാരാണ്, പല സംസ്കാരമുള്ളവരാണ്. എന്നാൽ എല്ലാവരും ഒരേ സ്വരത്തിൽ ലബ്ബൈക് അല്ലാഹുമ്മ പറഞ്ഞുകൊണ്ട് അവർ വന്നത് കണ്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മലായിക്കത്തിനോട് പറയും, ഫഖർ പറയും. കാരണം എന്തേ? മനുഷ്യന്മാരെന്ന നമ്മുടെ വർഗത്തെ ഉണ്ടാക്കുമ്പോൾ മലായിക്കത്ത് പറഞ്ഞില്ലേ, എന്തിനാണ് പടച്ചോനെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ എന്ന്. അതുകൊണ്ട് തന്നെ അള്ളാഹു അങ്ങനെ അവരോട് ഫഖർ പറയും എന്നൊക്കെ ചരിത്രങ്ങൾ കാണാം. അതുകൊണ്ട് തന്നെയാണ് ഹബീബായ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പറഞ്ഞിട്ടാണ് പറഞ്ഞത്, ഈ അറഫയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും പുറത്തു കൊടുക്കണേ അല്ലാ എന്ന് ഹബീബായ തങ്ങൾ ദുആയിരുന്നു. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, തങ്ങളെ ഇത് നമ്മക്ക് മാത്രമുള്ള ഓഫറാണോ ചോദിച്ചു. ഹബീബായ തങ്ങൾ പറഞ്ഞു, അല്ല, ഖിയാമത്ത് നാൾ വരെ ആരൊക്കെ അറഫയിൽ പങ്കെടുക്കുന്നുണ്ടോ അവർക്കെല്ലാവർക്കും പൊറുക്കപ്പെടും. അതുകൊണ്ടാണ് ഹജ്ജ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ശുദ്ധിയായി എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മുടെ ജീവിതം ശുദ്ധിയാവാന്ന് പറഞ്ഞാൽ അതിനോളം ദുന്യാവിൽ വേറെ ഒന്നും കിട്ടാനില്ല അല്ലേ. നമ്മളൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ ഹൃദയങ്ങൾ മലീനസമായി കിടക്കുന്ന ഹൃദയത്തിലേക്ക് ശുദ്ധിയായൊരു ജീവിതം വരാന്ന് പറഞ്ഞാൽ അതിനോളം നമ്മുടെ ജീവിതത്തിൽ കിട്ടാവുന്നില്ല. അള്ളാഹു അങ്ങനെ സംശുദ്ധമായ ഹൃദയത്തിന്റെ വാക്താക്കളാക്കി നമ്മളെല്ലാവരും മാറ്റുമാറാവട്ടെ. ഏതായാലും ഞാൻ പറഞ്ഞ അറഫ എന്നുള്ളത് എന്താ പറയല്ലോ, ഈ ഹജ്ജിന്റെ സമയത്ത് ഇവിടെ നിർബന്ധമുള്ള. അതുപോലെ തന്നെ ഇങ്ങോട്ട് അറഫ എന്ന് പേര് വരാൻ മറ്റൊരു കാരണം, നമ്മുടെയൊക്കെ വല്യപ്പയായ വല്യപ്പ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലേ. അപ്പൊ വല്യമാരാ ഹാജറമ്മേ, ഹവ്വ ഉമ്മ അല്ലേ. അപ്പൊ ഹവ്വ ഉമ്മ, അപ്പൊ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഹവ്വ ഉമ്മയും സ്വർഗത്തിലായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയില്ലേ. സ്വർഗത്തിൽ നിന്ന് അള്ളാഹു കഴിക്കരുത് എന്ന് പറഞ്ഞ പഴം കഴിച്ചു, അങ്ങനെ പുറത്തേക്ക് വന്നു അല്ലേ. അതൊരിക്കലും ധിക്കാരപൂർവ്വം കഴിച്ചല്ലേട്ടാ. അതുപോലെ അള്ളാഹു ഭൂമിയിലേക്ക് ഇറക്കിയത് എന്തല്ല, ആദം നബിക്ക് ശിക്ഷയല്ല, അങ്ങനൊന്നുമല്ല, നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ആദം നബി, അതായത് സ്വർഗത്തിൽ എന്തില്ല, ബാത്റൂമോ സൗകര്യങ്ങളില്ല. സ്വർഗം എന്ന് പറഞ്ഞാൽ അവിടെ അങ്ങനെ സംഗതിയല്ലല്ലോ. അപ്പൊ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ഹവ്വ ഉമ്മയെയും ഭൂമിയിലേക്ക് ഇറക്കി നമ്മെല്ലാവരും കേട്ടു. അതുകൊണ്ടല്ലേ നമ്മുടെ തലമുറ എല്ലാം ഉണ്ടായത് അല്ലേ. അങ്ങനെ ഭൂമിയിലേക്ക് ഇറക്കിയപ്പോ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമെ ഇറക്കിയിരുന്ന സ്ഥലമുണ്ട്, അറിയാമോ? ശ്രീലങ്ക. ശ്രീലങ്ക എന്താ ആയിത്താത്ത പറഞ്ഞിട്ട് പറയാ അല്ല, ഓക്കെ അല്ലെ. അതായത് ശ്രീലങ്ക എന്ന് പറയുന്ന സ്ഥലത്തുള്ള സിലോൺ എന്ന് പറയുന്ന അതായത് ശ്രീലങ്ക മറ്റൊരു പേരാണ് സിലോണ്. അവിടെയുള്ള ആദം മല ഇന്നുമുണ്ട്, പോയി നോക്കാം, ഇന്നുമുണ്ട്. ശ്രീലങ്ക നമ്മൾ ദൂരം എന്നല്ല, വളരെ അടുത്താണ്. അപ്പൊ ശ്രീലങ്കയിൽ ആദം മലയിലാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങിയത്. അതുപോലെ തന്നെ ഹവ്വ ഉമ്മയെ ഇറക്കിയത് എങ്ങോട്ടാ? ഓ, അങ്ങോട്ട് വരും, ഇങ്ങ ചരിത്രം പറയും. ജിദ്ദ അല്ലേ. നമുക്ക് ഹിസ്റ്ററി നമുക്ക് അറിയണം, നല്ലതാണ്. ചരിത്രങ്ങൾ കുറെ അറിയണം, നല്ല പോട്ടാ. അപ്പൊ ഹവ്വ ഉമ്മയാവുന്ന നമ്മുടെ വല്യമ്മാനെ ഇറക്കിയത് ജിദ്ദയിലേക്ക്.
ജിദ്ദയിലേക്കാണ് വല്യമ്മാനെ ഇറക്കി. അപ്പൊ നിലവിൽ വല്യമ്മുള്ളത് എവിടെയാണ്? വല്യപ്പുള്ളത് എവിടെ? ശ്രീലങ്കയിലും വല്യമ്മുള്ളത് ജിദ്ദയിലും. അങ്ങനെ ഇവർ തമ്മിൽ ഇങ്ങനെ നടന്ന് കാലങ്ങളോളം, കാരണം മനുഷ്യനില്ല, ഒരു മനുഷ്യന്മാർ ഭൂമിയോതില്ല, അങ്ങനെ അവർ നടന്ന് കാലങ്ങളോളം നടന്ന് അവസാനം അവർ തമ്മിൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അറഫയിലെത്തി. ഇവിടെ എത്തി ക്ഷീണിച്ചു ഇരുന്നതാ. ക്ഷീണം കൊണ്ട് ഒന്ന് മയങ്ങിപ്പോയി. പിന്നെ കണ്ണ് തുറന്നപ്പോ കണ്ടത് ആരെയാണ്? ഹവ്വ ഉമ്മയെ കണ്ടു. അവർ തമ്മിൽ കാലങ്ങൾക്ക് ശേഷം കണ്ട ഒരു സ്ഥലം കൂടെയാണ് ഈ അറഫ എന്ന് പറയുന്ന സ്ഥലം. ചിന്തിച്ചു നോക്കി, നമ്മൾ വല്യപ്പി വന്നു പറയുമ്പോൾ ഇതിൻ്റെയൊക്കെ മഹത്വത്ര അല്ലേ? ഈ മണ്ണേ മഹത്വമുള്ളത്. കാരണം ഹജ്ജിന് വേണ്ടി ഉപയോഗിക്കുന്ന മണ്ണല്ലേ. ഇവിടെ ഒരു ഹറാം ഒന്നുമില്ല, ഫുൾ സംശുദ്ധരേ ഇവിടെ ഇങ്ങോട്ട് വരുള്ളൂ, അല്ലാത്തവരും ഇങ്ങോട്ട് വരില്ല. ഏതായാലും അങ്ങനെയുള്ള സ്ഥലം കൂടെയാണ് ഇത്. അതുകൊണ്ടാണ് ഇതിന് അറഫ എന്ന് പറയുന്ന മറ്റൊരു കാരണം. അതുപോലെ തന്നെയാണ് ഇങ്ങോട്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും കൂടെ ഹജ്ജത്തുൽ വദാഇന്റെ സമയത്ത് ഹബീബായ തങ്ങളുപ്പാപ്പ എല്ലാം കഴിഞ്ഞ് ഇവിടുന്ന് അവസാനം ഹജ്ജത്തുൽ വദാഇന്റെ പ്രഭാഷണം നടത്താം ഹബീബായ തങ്ങൾ. അപ്പോൾ ഹബീബായ തങ്ങൾ അവസാനം പറഞ്ഞു, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന് ഹബീബായ തങ്ങൾ സ്വഹാബത്തിന് ഓതി കൊടുത്തു. ഇത് കേട്ടപ്പോൾ സ്വഹാബത്തിനൊക്കെ സന്തോഷമായി. കാരണം എന്താ? നമ്മളെ ദീന് പൂർണ്ണമായിക്കല്ലേ, സന്തോഷമായി. കാരണം ദീന് പൂർത്തിയായിരിക്കുന്നു ഇതോടെ എന്നുള്ളതാണ് പറഞ്ഞ ആശയം വരുന്നത്. അതോടെ എല്ലാ സ്വഹാബത്തും സന്തോഷത്തിരിക്കുമ്പോഴാണ് ബാക്കിൽ നിന്നുകൊണ്ട് ഒരാളിങ്ങനെ കരയുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. സ്വഹാബത്ത് എല്ലാവരും അങ്ങോട്ട് നോക്കി, ആരപ്പാ കരയണത് എന്ന് നോക്കിയപ്പോൾ അവിടെ ആയിരുന്നു ഹബീബിന്റെ എല്ലാമായ സുദ്ദീഖ് തങ്ങളുപ്പാപ്പയാണ് കരയുന്നത്. സുദ്ദീഖ് തങ്ങൾ കരഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും, വെറുതെ കാര്യമില്ല. കാരണം ഹബീബിന് അത്ര വേണ്ടപ്പെട്ടവരല്ലേ. ചോദിച്ചു സ്വഹാബത്തെല്ലാം സുദ്ദീഖ് തങ്ങളോട്, എന്തു പറ്റി തങ്ങളെ? എല്ലാവരും സന്തോഷത്തിലുള്ള നിമിഷമല്ലേ, അങ്ങ് എന്തിനാണ് കരയെന്ന് ചോദിച്ചപ്പോ സുദ്ദീഖ് തങ്ങളുപ്പാപ്പ പറയാ, ഹബീബായ തങ്ങളെ നമ്മളിലേക്ക് പറഞ്ഞിച്ചത് പുണ്യമാക്കപ്പെട്ട ദീനിനെ നമുക്ക് പറഞ്ഞതാണല്ലേ. ആ ഹബീബ നമ്മൾ പറയുന്നത് ദീന് പൂർത്തിയായിരിക്കുന്നു എന്ന്. അതുകൊണ്ട് തന്നെ ഹബീബ് അങ്ങനെ പറഞ്ഞെങ്കിൽ ഹബീബിന്റെ അവസാന കാലം അടുത്തു എന്നാണ് അതിനർത്ഥമെന്ന് സ്വഹാബത്തെല്ലാം തങ്ങളോട് ചോദിച്ചു, ആ പറഞ്ഞത് ശരിയാണോ? അപ്പൊ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നഅം എന്നങ്ങ് പറയുന്നതോടെ സ്വഹാബത്തെല്ലാവരും ആകെ വിഷമം കൊണ്ട് കരഞ്ഞു പോയി എന്ന് ചരിത്രങ്ങളിൽ കാണാം. ചുരുക്കി പറഞ്ഞ അന്ന് അറഫ പ്രസംഗം ഹബീബായ തങ്ങൾ നടത്തിയ സ്ഥലം കൂടെയാണ് ഈ കാണുന്ന അറഫ താഴ്വാരട്ട. അവർ ഹബീബായ തങ്ങൾ ലക്ഷോപലക്ഷം വരുന്ന സ്വഹാബത്തിന് ഖസ്വ എന്ന് പറയുന്ന തങ്ങളുപ്പാപ്പയുടെ ആ ഒട്ടകത്തിൽ ഇരുന്നു കൊണ്ടായിരുന്നു ഈ അറഫയുടെ താഴ്വാരം, അറഫന്റെ മുകളല്ല, ഈ താഴ്വാരട്ട, അവിടെ ഇരുന്നു കൊണ്ടായിരുന്നു ഹബീബായ തങ്ങൾ അന്ന് പ്രഭാഷണം നടത്തിയിരുന്ന അറഫ പ്രസംഗം. അപ്പോ അതിനെന്ത് മനസ്സിലായി? ഹബീബും സ്വഹാബത്തും വന്ന സ്ഥലം. ഹബീബിന്റെയും സ്വഹാബത്തിന് ഹബീബിന്റെ കാൽപാദം പതിഞ്ഞാലും പതിഞ്ഞില്ലെങ്കിലും ഖസ്വാഇന്റെ കാൽപാദം പതിഞ്ഞില്ലേ, അത് ഹബീബിന്റെ ഏറ്റവും വലിയ അടുത്തൊന്നല്ലേ. അപ്പൊ അങ്ങനെ തുടങ്ങി ഒരുപാട് മഹത്തുള്ളൊരു പ്രദേശമാണ് ഈ താഴ്വാരം. ഇനി ആ മലയുടെ മുകളിലാണല്ലോ കുറെ ആൾക്കാരുണ്ടല്ലേ, ആ മലയുടെ മുകളിലേക്ക് കയറുന്നതിനൊരു പ്രത്യേക പ്രതിഫലം എവിടെയില്ല. ആരൊക്കെ പറഞ്ഞു അറഫ പ്രഭാഷണം നടത്തിയത് മലയുടെ മുകളിൽ വെച്ചുകൊണ്ടാണ്? അങ്ങനെയല്ല, തങ്ങൾ പ്രഭാഷണം നടത്തി താഴെ വെച്ചുകൊണ്ടാണ്. ഇനി മലയുടെ മുകളിൽ കയറിയാനുള്ള ഗുണം എന്താ? അതിന് മുകളിൽ കയറി കഴിഞ്ഞാൽ ഈ അറഫയുടെ ബൗണ്ടറി ഉണ്ടല്ലോ മൊത്തം ഒരുമിച്ച് കാണാൻ കഴിയും, കുറച്ച് ഉയരത്തുന്നതായോണ്ട്. അപ്പോൾ കയറാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിലും നമുക്ക് കയറാം. ഓക്കെ, ക്ഷീണമുള്ളവര് കയറണ്ട, നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം. വിശ്വാസം സുദൃഢം ഇറങ്ങാം കൂടെ പണ്ട് കാലങ്ങളിൽ അറഫയിലേക്ക് വെള്ളത്തിന് വലിയ ക്ഷാമമായിരുന്നു. ഇന്നും ക്ഷാമുണ്ട്, പക്ഷെ ഇന്നും ഇവിടെ വെള്ളമല്ല, പക്ഷെ ഇങ്ങോട്ട് വെള്ളം എത്തുന്നുണ്ട്. അന്ന് കാലങ്ങളിൽ ഇങ്ങോട്ടേക്ക് വെള്ളം വരാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. അന്ന് കാലങ്ങളിൽ സുബൈദ റാണി എന്ന് പറയുന്ന രാജ്ഞി ഭരണം നടത്തുമ്പോൾ അവർ അറഫയിലേക്ക് അന്നത്തെ കാലത്ത് 5000 കിലോ സ്വർണമാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, അല്ലെങ്കിൽ 7000 എന്തായി ഹദിയ ചെയ്തുകൊണ്ട് ഈ വളരെ വിദൂര ദിക്കിൽ നിന്നുകൊണ്ട് ഇങ്ങോട്ടേക്ക് വെള്ളം എത്തിച്ച്, ആ വെള്ളം എത്തിച്ചതിൻ്റെ പമ്പ് ഹൗസ് മനസ്സിലായില്ലേ, കേന്ദ്രം ജംഗ്ഷന്, അതിൻ്റെ കേന്ദ്രമാണ് ഈ കാണുന്ന കെട്ടിനകത്തുള്ള കേട്ടോ. അപ്പോൾ ഇത് സുബൈദ റാണി എന്താണ് അറഫയിലേക്ക് ഹദിയ ചെയ്ത ആ ഒരു വെള്ളത്തിൻ്റെ കേന്ദ്രത്തിൻ്റെ പമ്പ് ഹൗസ്. ഇനി ഇങ്ങോട്ട് എങ്ങനെ വെള്ളം വന്നത് എന്നൊക്കെ ഇൻഷാ ഇപ്പോൾ പോകുമ്പോൾ കറക്റ്റ് ഞാൻ റൂട്ട് കാണിച്ചാൽ പണ്ട് കാലങ്ങളിൽ എങ്ങനെ വെള്ളം വന്നു കേട്ടോ. പോയേക്കാ അപ്പോൾ മസ്ജിദു മശ്അരിൽ ഹറാം, പരിശുദ്ധമായ ഖുർആനിൽ പറയപ്പെട്ട വലിയ ബറക്കത്തുള്ള പള്ളിയാണ്.
പരിശുദ്ധമായ ഖുർആനിലെ ഒരു പള്ളിനെ കുറിച്ച് പറഞ്ഞാൽ പള്ളി നമ്മൾ കണ്ണുകൊണ്ട് നമ്മൾ കാണാം. എന്താക്കാർക്ക് വൈബില്ലാത്ത അറുക്കാൻ വേണ്ടി കിടത്തിയതിട്ടാ കണ്ടോ?